1925 ഡിസംബർ മാസം 26-ാം തീയതിയാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് 1925 ഇന്ത്യയിൽ CPI ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നത്. ആ പാർട്ടിയാണ് ഇപ്പോൾ 100 വർഷം പൂർത്തിയാകുന്നത്. നമ്മുടെ രാജ്യത്ത് മാസ്മരികമായ പ്രക്ഷോഭങ്ങളുടെ, സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പുകളുടെ, ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ സമ്പന്നമായ പൈതൃകം തോന്നുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. കടൽപ്പാതകൾ താണ്ടി വന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടി നേരിട്ടതുപോലെ അതിക്രമങ്ങൾ നേരിട്ട, വെല്ലുവിളികൾ നേരിട്ട, ഈ പ്രസ്ഥാനം അതിജീവിച്ചതുപോലെ പ്രതിസന്ധികളെ അതിജീവിച്ച, ഈ പ്രസ്ഥാനം കൈവരിച്ചതുപോലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ അനുഭവങ്ങൾ കൈവരിച്ച, ഈ പ്രസ്ഥാനം അതിജീവിച്ചതുപോലെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ആധുനിക ഭാരതത്തിൽ കാണുക സാധ്യമല്ല. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമ്പാദന പ്രക്ഷോഭങ്ങൾക്ക് ഗതിവേഗം പകർന്ന ആവേശകരമായ മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമ്പാദന പ്രക്ഷോഭ ഭൂമിക്ക് സംഭാവന ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1921 അഹമ്മദാബാദിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഇന്ത്യക്ക് ആവശ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. ആ മുദ്രാവാക്യം ഉയർത്തിയ നേതാവിന്റെ പേര് ഹസ്രത് മൊഹാനി എന്നായിരുന്നു. 1925 പാർട്ടി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇന്ത്യയിൽ അത്യുജ്വലമായ സ്വാതന്ത്ര്യ സമ്പാദന പ്രക്ഷോഭത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തു. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന അഭിമാനത്തോടെ നിങ്ങൾ പറയും. നിരന്തരമായി ബ്രിട്ടീഷ് ഭരണകൂടം ഈ പാർട്ടിയെ വേട്ടയാടി. നിരവധിയായ കള്ളക്കേസുകൾ പാർട്ടി നേതാക്കന്മാർക്കെതിരായി ചുമത്തി. കാരാഗ്രഹവാസത്തെ, കള്ളക്കേസുകളെ, കരിങ്കൽ പാളയങ്ങളെ, ലാത്തിയെ, തോക്കിനെ രാഷ്ട്രീയമായ പ്രതിബദ്ധത കൊണ്ടും പ്രത്യയശാസ്ത്രപരമായ ദൃഢത കൊണ്ടും അതിജീവിച്ച ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ഹൃദയത്തിൽ ജീവിച്ച പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നിരന്തരമായ പ്രക്ഷോഭം ഈ പാർട്ടി നയിച്ചു. സ്വാതന്ത്ര്യ സമ്പാദന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരായ SP ഘാട്ടയും, G അധികാരിയും, SA ഡാംഗയും, മുസാഫർ അഹമ്മദും അടക്കമുള്ള ആളുകൾ തടവറയിൽ അടയ്ക്കപ്പെട്ടത്. ആ തടവറയിൽ നിന്ന് പുറത്തു വരുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ മാപ്പെഴുതി കൊടുത്തവരുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ല. തടവറയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്തത്. ആ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ CPI. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നിരന്തരമായ പ്രക്ഷോഭം നയിച്ച പാർട്ടി.